ഓരോ ജില്ലയിലും ഓരോ വിസ്മയം എന്നാ പറഞ്ഞത്. ഒരു വിസ്മയം കണ്ണൂരിൽ പൊട്ടിയിട്ടുണ്ട്. ഏത് വിസ്മയമാണ്? CKP എന്ന വിസ്മയം. CKP യെ UDF-ലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു എന്ന മട്ടിലുള്ള ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. CKP എന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഞാൻ അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്നെ 2 മാസം മുമ്പ് സുധാകരൻ വന്ന് കണ്ടിട്ട്, കുറച്ച് നേതാക്കൾ കൂടി വന്ന് കണ്ടിട്ട് അന്നത്തെ പടം എടുത്ത് ഇന്നിപ്പോ പ്രചരിപ്പിക്കുകയാണ്. ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ളത്. ഈ പാർട്ടിയിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത്, ഈ പാർട്ടിയിൽ തന്നെയാണ് ഞാൻ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അസത്യപ്രചരണം നിർത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് CK പത്മനാഭൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CK പത്മനാഭനെ പ്രതിയുള്ള UDF-ന്റെ വിസ്മയ മെഷീനും അവിടെ പൂട്ടി. പിന്നെ കോട്ടയത്ത് നിന്നാണ് സുരേഷ് കുറുപ്പിനെ പ്രതിയായിരുന്നു മറ്റൊരു വിസ്മയ മെഷീൻ പ്രവർത്തിപ്പിച്ചിരുന്നതാണ് മനസ്സിലാക്കുന്നത്. അത് സുരേഷ് കുറുപ്പും അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കൊട്ടാരക്കരയിലേക്ക് വരുമ്പോൾ ഐഷ പോറ്റിയുടെ കാര്യത്തിലാണ്. ഐഷ പോറ്റിയുടെ കാര്യത്തിൽ CPM-ന് ഒരാശങ്കയുമില്ല എന്നുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ CPM കൊല്ലം ജില്ലയിൽ ഒരു നേതാവിന് കൊടുക്കാൻ പറ്റാവുന്ന പരമാവധി കൊടുത്ത നേതാവിന്റെ പേരാണ് ഐഷ പോറ്റി. 2000-ൽ CPM-ലേക്ക് എത്തി. 2006 വരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. അവസാനത്തെ ടേമിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. അതിനുശേഷം വീണ്ടും ജില്ലാ പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട് അതിനുശേഷം ജില്ലാ പഞ്ചായത്തിൽ അംഗവും പ്രസിഡന്റുമായിരിക്കവേ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് മുതിർന്ന നേതാവ് രാജഗോപാലിനെ പോലും പരിഗണിക്കാതെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പരിഗണിച്ച നേതാവാണ് ഐഷ പോറ്റി. 15 വർഷം കൊല്ലം ജില്ലയിൽ CPM-ൽ കൊട്ടാരക്കരയിൽ MLA ആയിരുന്ന ആളാണ് ഐഷ പോറ്റി. ആ ഐഷ പോറ്റിയെ അന്ന് ശക്തൻ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ പ്രതിപക്ഷത്തേക്ക് മത്സരിപ്പിച്ചു ഈ ഐഷ പോറ്റിയെ. അത് നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 15 വർഷം MLA ആയും 6 വർഷത്തോളം ജില്ലാ പഞ്ചായത്തിലും അംഗവും പിന്നീട് പ്രസിഡന്റുമായിട്ടും പദവി കിട്ടിയ ഏത് CPM വനിതാ നേതാവുണ്ട്? ഏത് CPM വനിതാ നേതാവുണ്ട് കൊല്ലത്ത്? ഈ ഐഷ പോറ്റി അല്ലാതെ. അപ്പൊ ഐഷ പോറ്റിക്ക് എന്താ പ്രശ്നം? കാറ് വെച്ച്, കൊടി വെച്ച കാർ അല്ലെങ്കിൽ ബീക്കൺ ലൈറ്റ് വെച്ചൊരു കാറ്, അധികാരത്തിന്റെ കാർ ഇല്ലാത്തതാണ് ഐഷ പോറ്റിക്ക് പ്രശ്നമെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ CPM-ൽ തുടരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് എന്റെ ടേക്ക്. മാത്രമല്ല ഒരു കാര്യം കൂടി പ്രേക്ഷകർ അറിയണം. ജില്ലാ കമ്മിറ്റിയിലേക്ക് ഐഷ പോറ്റി എടുക്കുന്ന സമയത്ത് എതിർപ്പുണ്ടായിരുന്നു അവിടെ. മുതിർന്ന നേതാവ്, എനിക്കൊന്ന് രാജഗോപാലാണെന്ന് തോന്നുന്നു, രാജഗോപാലിനെ പരിഗണിക്കുന്നതിന് പകരം ഐഷ പോറ്റിയെ പരിഗണിക്കുമ്പോൾ 21 ജില്ലാ സമ്മേളനങ്ങളിൽ ഒരിടത്തിൽ പോലും ജില്ലാ കമ്മിറ്റി മീറ്റിംഗിൽ, സമ്മേളനമല്ല ജില്ലാ കമ്മിറ്റി മീറ്റിംഗുകളിൽ ഒരു കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല ഐഷ പോറ്റി, ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കെ. അപ്പോഴെല്ലാം പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? ഏറ്റവും ഒടുവിൽ ബാലഗോപാൽ ഈ നിയർ ഹോം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ ഐഷ പോറ്റി പറയുന്ന ഒരു വാചകമുണ്ട്, ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന്. ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഐഷ പോറ്റിയാണ് ലോക് ഭവന് മുന്നിൽ പോയിട്ട് കോൺഗ്രസിലേക്ക് ചേരാൻ പോകുന്നത്. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആകെ പ്രവർത്തിപ്പിച്ച വിസ്മയ മെഷീനിൽ കടന്നു വന്നിരിക്കുന്നത് 21 വർഷം പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ, പാർട്ടി ഏറ്റവും നന്നായി കണക്കാക്കിയ ഐഷ പോറ്റി പോലൊരു നേതാവിനെ മാത്രമേ അവരുടെ ഫോൾഡിൽ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഇന്നിപ്പോൾ CPM-ന്റെ വക ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ പുറത്തിറങ്ങാൻ വയ്യാതിരിക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ടെങ്കിൽ അവരോടൊന്ന് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറഞ്ഞോളൂ. ചില കോൺഗ്രസ് നേതാക്കൾ നിങ്ങളെ വന്ന് കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ വാർത്ത ഈ നേതാവ് കോൺഗ്രസിലേക്കായിരിക്കും, UDF-ലേക്കായിരിക്കും എന്ന വാർത്ത വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ വിസ്മയ മെഷീൻ താൽക്കാലികമായി ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വിസ്മയ മെഷീൻ ആദ്യം തന്നെ 8 നിലയിൽ പൊട്ടിപ്പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ്. അതാണ് ഇന്ന് ജോസ് കെ മാണി വന്ന് പറഞ്ഞത്. വ്യസന സമേതം അറിയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി വിസ്മയം ഉണ്ടാക്കുന്ന യന്ത്രം താൽക്കാലികമായി UDF ഓഫാക്കുന്നതായിരിക്കും നല്ലത്. 2 കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറയാം. അതിലൊന്ന്, ഇതിൽ അർത്ഥസത്യങ്ങൾ ഉണ്ടായിരുന്നു. ആ